blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിനായി എല്ലാവരും ചേർന്ന് ലോകം എമ്പാടുമുള്ള പ്രേക്ഷകർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പേഴ്സി ആൻഡ് ഫിലിപ്പിനായി പ്രാർത്ഥിക്കും. തൻ്റെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. ലിയോൺ രാജേഷ് ജോസഫിനായി പ്രാർത്ഥിക്കും. തൻ്റെ പാരൻസിന് നല്ല ജോലി ലഭിക്കുവാൻ, ഒരു സ്വന്തം ഭവനമുണ്ടാകുവാൻ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ബിജു ജോണിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ സോബി, മകൻ ജോയൽ, ഈ കുടുംബത്തെ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ, ജോലിയിൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടക്കൊച്ചിയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളി എത്രയും വേഗം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മകൾക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കൊടുക്കുകയും ആരോഗ്യം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അജിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം കൊടുക്കണമേ, നല്ല ആരോഗ്യം കർത്താവെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുവാൻ ആവശ്യമായ ആ വലിയ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രമീള ബാബുവിനായി പ്രാർത്ഥിക്കുന്നു. യൂട്രസിലുള്ള ഫൈബ്രോയിഡ് പൂർണ്ണമായും സൗഖ്യമാകട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. മകന് നല്ല ആരോഗ്യം നൽകണമേ, നല്ലൊരു ഭാവി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് കർത്താവെ നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ളൊരു പൈതലിനെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നവി മുംബൈയിൽ നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം എത്രയും വേഗം നടക്കുവാൻ, തനിക്ക് നല്ല ഒരു ജോലി ഉണ്ടാകുവാനും അങ്ങ് സഹായിക്കുന്നതിനാൽ നന്ദി. ഇന്നത്തെ ഓരോ സ്പോൺസറെ അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾക്കായി ഒരുക്കുന്നു ബ്ലെസ്സിംഗ് ടുഡേ കൊല്ലം മെഗാ ഫെസ്റ്റിവൽ 2015 മെയ് 29, 30, 31 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. അനുദിന ജീവിതത്തിൽ ആവശ്യമായ പ്രായോഗിക വചന സന്ദേശങ്ങൾ ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ക്ഷമ ഡാമിയൻ, ബ്രദർ നെഹമിയ ഡാമിയൻ തുടങ്ങിയവർ ശുശ്രൂഷിക്കുന്നു. ഈ 3 ദിവസങ്ങളിലും നടക്കുന്ന കൊല്ലം മെഗാ ഫെസ്റ്റിവലിലേക്ക് ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8111996002 0484 422211. സഹോദരിയുടെ പേര് വിനജ. സഹോദരിയുടെ മകനാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ഇവർ നമ്മുടെ ആറ്റിങ്ങൽ ബ്ലെസ്സിംഗ് സെന്ററിൽ സ്ഥിരമായിട്ട് വരുന്ന നമ്മുടെ അംഗങ്ങളാണ്. ആറ്റിങ്ങലിൽ നിന്ന് വരികയാണ്. അവിടെയുള്ള ബ്ലെസ്സിംഗ് സെന്ററിലാണ് ഇവർ പോകുന്നത്. മാർച്ച് മാസം 24-ാം തീയതി ഈ മകൻ പെട്ടെന്ന് ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അത് രക്തത്തിന്റെ കളറ് പോലെ നല്ല ബ്ലഡ് കലർന്ന മൂത്രം പോകാൻ തുടങ്ങി. ആ സമയത്ത് ഈ മകന് ശക്തമായ വയറുവേദന ഉണ്ടായിരുന്നു. ഈ മകൻ അമ്മയോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മൂത്രത്തിലൂടെ ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവർ ആ സമയത്ത് അത് കഴിഞ്ഞു. പിന്നീട് എപ്പോഴൊക്കെ മൂത്രം ഒഴിക്കുന്ന സമയത്തെല്ലാം ആ ബ്ലഡ് നല്ല കടുത്ത രക്തം കലർന്നായിരുന്നു ആ മൂത്രം ഇങ്ങനെ പുറത്തേക്ക് പോയിരുന്നത്. ആ സമയത്ത് ഇവർ വല്ലാതെ ഭയപ്പെട്ടു. ഇവർ അതിനിടയിൽ ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്ന സമയത്ത്, ചെക്കപ്പിന് വേണ്ടി ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് കിഡ്നിയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അതുകൊണ്ടത് കുറേ അധികം ടെസ്റ്റുകൾ, സ്കാനുകളെല്ലാം ചെയ്യണം, അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് ഈ സഹോദരി പറഞ്ഞത് അവിടെ നിൽക്കുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്യാനല്ല തോന്നിയത്, കർത്താവ് സൗഖ്യമാക്കും, തിരിച്ച് ഈ സഹോദരി വീട്ടിലേക്ക് പോന്നു. അവിടെ അഡ്മിറ്റ് ചെയ്യാതെ വീട്ടിലേക്ക് പോകുന്നു. ഇവർ ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഏകദേശം
30-ാം തീയതി വരെ ഇങ്ങനെ 6 ദിവസത്തോളം ഇങ്ങനെ മൂത്രം ഇങ്ങനെ എല്ലാ തവണ ഒഴിക്കുമ്പോഴും നല്ല കടുത്ത കളർ ആയിക്കൊണ്ടേയിരുന്നു. 6 ദിവസം അതുണ്ടായിരുന്നു. അപ്പോൾ ഈ സഹോദരി എല്ലാ ദിവസവും ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുമ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ മകന് ആ ഒരു സൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ. ഓരോ തവണ ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും ഈ സഹോദരിയുടെ ഉള്ളിൽ എൻ്റെ മകന് ഒരു സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ എന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. 30-ാം തീയതി രാവിലെ ഈ സഹോദരിക്ക് അന്നത്തെ പ്രോഗ്രാം കാണാൻ കഴിഞ്ഞില്ല. സഹോദരി കുറച്ച് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കുന്ന സമയത്ത് മകനാണ് അന്നത്തെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത്. മകൻ അത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മൂത്രാശയ രോഗങ്ങൾ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ മകൻ്റെ കണ്ണുകൾ നോക്കി ഇറങ്ങാൻ കരയാണ്. അവൻ പറയും, ആ സമയത്ത് കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം ഭാഷയിൽ ആ സഹോദരി പറഞ്ഞു, എന്തിനോ കയറിപ്പോണ പോലെ തോന്നി എന്ന് പറഞ്ഞു. എന്തോ പൊടുന്നനെ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ ആ മകന് തോന്നി. ആ അമ്മയും മകനും പറയുന്നത്, ആ സമയം മുതൽ ആ രക്തം പോകുന്നത് നിന്നു. ആ സമയത്ത് കർത്താവ് സൗഖ്യം കൊടുത്തു എന്നാണ് പറയുന്നത്. ആ മകനുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ്. അതിനെ തുടർന്ന് ഡോക്ടർ ഇങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവരത് കൾച്ചർ ചെയ്യാനൊക്കെ കൊടുത്തു. യാതൊരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. കർത്താവ് പൂർണ്ണമായും ആ മകനെ സൗഖ്യമാക്കി എന്നാണ് മകനും അമ്മയും പറയുന്നത്. മോനൊന്ന് പറഞ്ഞേ, മോനെ അന്ന് അവിടെ TV കണ്ടപ്പോ മോൻ എന്തോ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? എർത്തടിക്കുന്നത് പോലെ തോന്നി ഈ TV കണ്ടോണ്ടിരിക്കുമ്പോ. മോൻ ആ സമയത്ത് ഒറ്റയ്ക്കാണ് അവിടെ ഇരുന്നത്? അമ്മ അടുക്കളയിലായിരുന്നോ? അപ്പം മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ അസുഖത്തെക്കുറിച്ചാണ് ബ്രദർ പറഞ്ഞത്, എനിക്ക് തന്നെ അമ്മ എൻ്റെ ദേഹത്ത് കാലിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഇങ്ങനെ കയറുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോന് തന്നെയാണ് സൗഖ്യം കിട്ടിയപ്പോൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. മോനൊന്നുകൂടി പറഞ്ഞ, കാലിലാണോ? കാലിൻ്റെ അവിടെ നിന്ന് ഇറുത്തടിക്കുമ്പോൾ തല വരെ പോയി. ഇത് മോൻ ആ സമയത്ത് വല്ല ഇലക്ട്രിക് വയറേലും വല്ലതും കയറി പിടിച്ചോ? TV കയറി പിടിച്ചോ? ഇല്ല. അപ്പം അന്നേരം ഓടി വന്ന് അപ്പം തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് സൗഖ്യം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മോൻ പറഞ്ഞു, അമ്മ എൻ്റെ അസുഖത്തെക്കുറിച്ചാണ് ബ്രദർ പറഞ്ഞത്, അപ്പം എനിക്ക് ആ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം എന്നും ഞാൻ എല്ലാ ദിവസവും പോയിട്ടൊന്ന് സ്കൂളിൽ പോയാലും ഞാൻ വന്ന് എല്ലാം പറയും, അമ്മക്ക് ദൈവമാണെല്ലാം തരണത്, നമ്മൾ ഒരിക്കലും കഷ്ടപ്പെടുത്തിയിട്ടില്ല. എത്ര നമുക്ക് ഒരു ഞെരുക്കം വന്നാലും അവിടെ എല്ലാം എൻ്റെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴും എൻ്റെ ദൈവത്തിന് നന്ദി ഒരുപാട്. എൻ്റെ എപ്പോഴും ഞാൻ പറയുന്നു ദൈവത്തിന് നന്ദി, എത്ര പറഞ്ഞാലും മതിയാവൂല. അമ്മയ്ക്ക് ഈ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് മോനും ആ വിശ്വാസം വന്നത്. മമ്മിമാർക്കകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ അതങ്ങ് മക്കളിലോട്ട് പൊക്കോളും. അപ്പോൾ അതിനുശേഷം മോന് പിന്നെ മൂത്രമൊഴിക്കുന്ന സമയത്ത് അത് വന്നിട്ടില്ല. അതിനുശേഷം ഇന്നും ഒരു വന്നിട്ടില്ല. 30-ാം തീയതി അന്ന് വൈകിട്ടാണ് കൾച്ചർ ചെയ്തത്, റിസൾട്ട് വാങ്ങാൻ പോയത്. ഇപ്പൊ റിസൾട്ട് വാങ്ങാൻ ചെന്നപ്പോൾ ലാബിലെ കൊച്ചു പറഞ്ഞ് ഒരു അസുഖവും ഇല്ല, ഇപ്പൊ ബ്ലഡിന്റെ ഒരു അംശം പോകില്ല. എന്നാലും ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കേണ്ട, ഒരു ഗുളിക ഒന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഇവനൊന്ന് എടുത്ത് പൊക്കണം. ഇവനെ യേശു തൊട്ട കുഞ്ഞ, ഇവനെ തൊടുന്നതിന് ഒരു അനുഗ്രഹമാണ്. കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി തൻ്റെ ശരീരത്തിലൂടെ പാസ് ചെയ്ത കുഞ്ഞു ശരീരത്തിൽ അവൻ്റെ ഏതെല്ലാം അവയവങ്ങളിൽ രോഗമുണ്ടായിരുന്നു അതെല്ലാം യേശു സൗഖ്യമാക്കി. ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ആരും നമ്മുടെ തലയിൽ വന്ന് കൈവച്ചില്ലേലും, ആരും തലയിട്ട് ആട്ടി പ്രാർത്ഥിച്ചില്ലേലും, ഈ എക്സർസൈസ് ഒന്നും ചെയ്തില്ലേലും, നമ്മളുള്ളിൽ വിശ്വസിക്കുമ്പോൾ നമ്മളിരിക്കുന്ന ഈ കുഞ്ഞിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആറ്റിങ്ങൽ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇന്ന് വരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം തത്സമയ സംപ്രേഷണം ഉള്ളതുകൊണ്ട് എനിക്ക് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ തന്നെ പോകണം, വേറെ ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അവിടെ പോയിക്കൊണ്ടിരുന്ന ഈ കുടുംബത്തെ, ഈ കുഞ്ഞിനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. വാട്ട് എ ബ്യൂട്ടിഫുൾ ജീസസ്. അത് മാത്രമല്ല ബ്രദർ, ഈ സഹോദരിയുടെ അമ്മയ്ക്ക് ബ്രസ്റ്റിലൊരു മുഴ വന്നു. മുഴയുണ്ടായിട്ട് അത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. അമ്മ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒത്തിരി പോകുന്ന ഇതിലല്ല. പക്ഷേ ഈ സഹോദരി ഇങ്ങനെ ഒത്തിരി വിശ്വാസത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇങ്ങനെ ആറ്റിങ്ങൽ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് ഇങ്ങനെ സിസ്റ്റർ പെട്ടെന്ന് ആ ബ്രദർ ഇങ്ങനെ TV യിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ പെട്ടെന്ന് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ആ മുഴ സൗഖ്യമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സഹോദരി അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത്, അമ്മ ആ മുഴയുടെ കാര്യം പറഞ്ഞത് എവിടെയാണ്? അപ്പം അമ്മ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ട് പറയാം, മുഴ അവിടെ കാണാനില്ല മോളെ, അത് 2 ആഴ്ചയായിട്ട് അവിടെ ഇല്ല എന്ന് അമ്മ പറഞ്ഞു. കമ്മൽ കാണാതെ പോകാറുണ്ട്, മുക്കുത്തി കാണാതെ പോകാറുണ്ട്, വാക്കത്തി കാണാതെ പോകാറുണ്ട്, പക്ഷേ ഇവിടെ മുഴ കാണാതെ പോയിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും.
we are ready to change the way we think, our life will change. നമ്മുടെ ചിന്താരീതികൾക്ക് മാറ്റം വരുത്തുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തന്നെ മാറ്റമുണ്ടാകും. The Bible reveals to us a liberal God. ദൈവത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തി കാണിക്കുന്ന ധാരാളിയായിട്ടുള്ളൊരു ദൈവത്തെയാണ്. In other words, our God is not at all a stingy God. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ദൈവം ഒരിക്കലും ഒരു പിശുക്കനായ ദൈവമല്ല. He is the best giver ever. എല്ലാ കാലത്തും ഏറ്റവും നല്ലത് നൽകുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. You can never beat him in giving. കർത്താവിനെ കൊടുക്കുന്ന കാര്യത്തിൽ കർത്താവിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. The Bible says our God is a king. കാരണം ബൈബിൾ പറയുന്നു നമ്മുടെ ദൈവം ഒരു രാജാവാണ്. And he gives in a kingly way, in a royal way. അതുകൊണ്ട് അവൻ നൽകുമ്പോൾ എപ്പോഴും ഒരു രാജാവ് നൽകുന്ന പോലെ രാജകീയമായിട്ടാണ് അവൻ നൽകുന്നത്. And as we make our mind expand to comprehend the greatness of God, we will start experiencing abundance from God in our lives. ഓർക്കുക, ദൈവത്തിന്റെ ഇത്തരം വലിയ മഹത്വത്തെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഇതേ അനുഗ്രഹങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കും. The Bible promises us that from the land of scarcity, God will take us to the land of enlargement and expansion. ബൈബിൾ നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്, മരുഭൂമിയുടെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ദേശത്ത് നിന്നും സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ ദേശത്തേക്കുള്ള നമ്മുടെ സ്ഥാനക്കയറ്റമാണ് ബൈബിളിന്റെ വാഗ്ദാനം. We all know the story of Abraham. നമുക്ക് എല്ലാവർക്കും അബ്രഹാമിന്റെ കഥ അറിയാം. When he started in a very small way, അദ്ദേഹം തുടങ്ങിയത് വളരെ ചെറിയൊരു തുടക്കത്തിലൂടെയാണ്. but God started blessing him more and more. എന്നാൽ ദൈവം അദ്ദേഹത്തെ കൂടുതലായി അനുഗ്രഹിച്ചു. And he had no children. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. But today, if you look around, we can see millions and millions of Abraham's children all over the world. എന്നാൽ ഇന്ന് നാം ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അബ്രഹാമിന്റെ മക്കളെ കാണാൻ സാധിക്കും. He has children as stars in the sky. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഇന്നവന് മക്കളുണ്ട്. He has children as sand in the seashore. അപ്പോൾ തന്നെ കടൽ തീരത്തെ മണൽത്തിരി പോലെ അവന് മക്കളുണ്ട്. And he has children as dust in the earth. അപ്പോൾ തന്നെ ഭൂമിയിലെ പൊടി പോലെയും അവന് മക്കളുണ്ട്. If you read Acts of the Apostles chapter 20 and verse number 35, അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനം നാം വായിച്ചാൽ Jesus said it is more blessed to give than to receive. അവിടെ എഴുതിയിരിക്കുന്നു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ നല്ലത്. That is God's nature. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. He is giving out things to man than he received things from man. മനുഷ്യരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ദൈവം മനുഷ്യർക്ക് അങ്ങോട്ട് നൽകുകയാണ് ചെയ്യുന്നത്. Incomparable are the things we receive from God than what we give him. നാം ദൈവത്തിന് വേണ്ടി കൊടുത്തത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഒത്തിരി വലുതാണ് അവനിൽ നിന്ന് നാം പ്രാപിച്ചിരിക്കുന്ന നന്മകൾ എന്നുള്ളത്. For example, when we receive salvation from God, ഉദാഹരണമായിട്ട് നാം ദൈവത്തിൽ നിന്ന് രക്ഷയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ actually we don't deserve God's salvation. യഥാർത്ഥത്തിൽ നാം രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കലും യോഗ്യരേ അല്ല. But when we receive salvation, എന്നാൽ നാം രക്ഷ നേടിക്കഴിഞ്ഞപ്പോൾ the Bible reveals that salvation itself includes everything that we need. അതിൽ ബൈബിൾ പറയുന്നു, രക്ഷയിൽ നമുക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും അടങ്ങിയിരിക്കുകയാണ്. We can call it the salvation package. അതുകൊണ്ട് അതിനെ നമുക്ക് സാൽവേഷൻ പാക്കേജ്, രക്ഷയുടെ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. It is not only the salvation of our spirits. ഇത് നമ്മുടെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല. Those who are being saved here on earth will be provided everything else that they need on earth. ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ വേണ്ട ഓരോ നന്മകളെയും ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. God is a liberal God. കാരണം ദൈവം ധാരാളിയായ And ദൈവമാണ്. he gives in an abundant way. എന്ന് മാത്രമല്ല അവൻ വളരെ സമൃദ്ധിയായ വിധത്തിലാണ് നൽകുന്നത്. And if you journey through the scriptures, ഈ വചനങ്ങളിലൂടെ നാം കടന്നു പോകുകയാണെങ്കിൽ we can see many things the Lord gives
in a liberal way. ദൈവം വളരെ ധാരാളിത്തത്തോടെ നൽകുന്ന വിവിധ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ Number സാധിക്കും. one thing that the Lord gives us in a liberal way is His love. ഒന്നാമതായിട്ടുള്ള കാര്യം അവൻ ധാരാളമായി നൽകുന്നത് അവന്റെ സ്നേഹമാണ്. One verse that I love very much in the Bible is 1 John chapter 3 and verse number 1. ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വചനമാണ് ബൈബിളിലെ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിലെ 1-ാമത്തെ വചനം. It's a marvelous and magnificent verse. ഇത് വളരെ മനോഹരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു വചനമാണ്. See what great love the Father has lavished on us that we should be called children of God. And that is what we are. The reason the world does not know us is that it does not know Him. നോക്കുവീൻ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. നാം അങ്ങനെ തന്നെ ആകുന്നു. ലോകം അവിടുത്തെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് നമ്മെയും അറിയുന്നില്ല. So John the Apostle is saying that God the Father has lavished His love upon us. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന കാര്യം ഇതാണ്. സ്വർഗ്ഗത്തിലെ പിതാവ് തന്റെ സ്നേഹം ധാരാളിത്വമായി നൽകിയിരിക്കുകയാണ്. Hallelujah. Not in a stingy way, but He is lavishing His love upon us. സ്നേഹം നൽകുന്ന കാര്യത്തിൽ ദൈവം ഒരിക്കലും പിശുക്ക് കാട്ടുന്നില്ല, മറിച്ച് അത് ധാരാളമായി അവൻ നൽകിയിരിക്കുകയാണ്. The love of God, the Bible says, is unconditional. ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത് വ്യവസ്ഥകൾക്ക് അതീതമാണ്. In whatever situation we are, God loves us. ഏതൊക്കെയാണ് നമ്മുടെ അവസ്ഥയെങ്കിലും കർത്താവ് നമ്മെ സ്നേഹിക്കും. God loves even sinners, ഏതൊരു പാപിയെ പോലും കർത്താവ് wicked സ്നേഹിക്കും. people, ഏതൊരു ദുഷ്ടനെയും സ്നേഹിക്കുന്നു. thieves and robbers, കള്ളന്മാരെയും കൊള്ളക്കാരെയും, murderers and adulterers, കുലപാതകരെയും അതുപോലെ വ്യഭിചാരികളെയും people of സ്നേഹിക്കുന്നു. any religious background, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരെയും സ്നേഹിക്കുന്നു. men or women, children or adults or youngsters, God loves all. അതൊരു സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ വൃദ്ധനാണോ യൗവനക്കാരനാണോ എന്ന് നോക്കുന്നില്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. That's why we call God's love agape love. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹത്തെ നാം അഗാപ്പേ സ്നേഹം എന്ന് വിളിക്കുന്നത്. Agape love is a one-way love. അഗാപ്പേ സ്നേഹം എന്നുള്ളത് അത് ഒരു വഴിക്ക് മാത്രം പോകുന്ന സ്നേഹമാണ്. Even if there is no returns, God will love us. അതിന്റെ അർത്ഥം ഇങ്ങോട്ടൊന്നും കർത്താവിനെ സ്നേഹിച്ചില്ലേലും കർത്താവ് നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. But at the same time, God's promises and God's blessings are in a way conditional. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ്. Whatever happened in the Old Testament is a shadow of the things that is happening today in the New Testament. പഴയ നിയമത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നിഴലായി ഭവിച്ചിട്ടുള്ളതാണ്. In the Old Testament, there is a book of Hosea, the prophet Hosea. പഴയ നിയമത്തിൽ ഒരു പ്രവചന പുസ്തകമുണ്ട്, ഹോശിയ എന്ന പ്രവചന പുസ്തകമാണത്. He married an adulterous woman. അവിടെ നാം വായിക്കുന്നു, ഹോശിയ എന്ന് പറയുന്ന പ്രവാചകൻ ഒരു വ്യഭിചാരിണിയെ വിവാഹം കഴിച്ചിരിക്കുന്നു. She was living in prostitution. അവൾ ജീവിക്കുന്നത് വ്യഭിചാരത്തിലാണ്. But he was asked to marry a prostitute. എന്നാൽ ഹോശേയോട് ദൈവം ആ ഒരു വ്യഭിചാരിണിയെ വിവാഹം കഴിക്കുവാനായി ആവശ്യപ്പെടുന്നു. Can you imagine a man who is living a clean life, a godly life, as a good man is now getting married to a prostitute? നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ, വിശുദ്ധിയിൽ ജീവിക്കുന്ന പ്രവാചകനായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ വ്യഭിചാരിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി പോകുന്നു. He is a man of God. This is a prophet of God, an anointed man of God. നോക്കുക, ഇദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു പ്രവാചകനാണ് ഹോശിയ എന്നുള്ളത്. But according to the instruction he was given, he married the prostitute. എന്നാൽ ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറയപ്പെട്ട വ്യഭിചാരിണിയെ വിവാഹം കഴിച്ചു. After some time, ചില നാളുകൾക്ക് ശേഷം she left him. ചില നാളുകൾക്ക് ശേഷം അവൾ അദ്ദേഹത്തെ വിട്ടുപോയി. Started to live in adultery again. എന്നിട്ട് വീണ്ടും അവൾ വ്യഭിചാരത്തിൽ തുടർന്ന് But ജീവിച്ചു. this man in compassion went there and brought her back. എന്നാൽ ഈ ഹോശേയ എന്ന പ്രവാചകൻ വീണ്ടും മനസ്സലിഞ്ഞ് അവളെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു.
And after some time she left him again. ആ ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൾ വിട്ടുപോയി. This happened many times. ഇത് പല പ്രാവശ്യമായി സംഭവിച്ചു. Now, this is a picture of us many times leaving God and going after many other things. ഇനി ഇത് ഒരു നിഴലാണ്. ഇത് നമ്മെക്കുറിച്ച് പറയപ്പെടുന്ന ദൈവത്തിൽ നിന്ന് പലവട്ടം അകന്നുപോയി തിരിച്ചു വരുന്ന നമ്മെക്കുറിച്ചാണ് ഈ കാര്യം പ്രതിപാദിച്ചിട്ടുള്ളത്. Are you listening to me? എത്ര പേര് ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്? So many times our heart departs our God and goes after the world, goes after many things that attracts us. ഓർക്കുക, ഒത്തിരി പ്രാവശ്യം ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ വ്യതിചലിച്ചു മാറി ലോകത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് മുഴുകിപ്പോയിരിക്കുകയാണ്. But just like Hosea loved that girl, that lady called Gomer, God is loving us again and again after each shortcomings and each fall in our lives. പഴയ നിയമത്തിലെ ആ സ്ത്രീ ഗോമർ എന്ന് പറയുന്ന സ്ത്രീ ഓരോ പ്രാവശ്യവും അകന്നുപോയ ആ സ്ത്രീയെ ഹോശിയ പ്രവാചകൻ തിരിച്ചു വിളിച്ചതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യരെ ഓരോ പ്രാവശ്യവും ദൈവം തന്റെ സ്നേഹത്താൽ തിരിച്ച് പിടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Actually, God was speaking to the people of Israel how they were going away from God and how still God was loving them. യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഇസ്രായേൽ എത്രത്തോളം അകന്നു പോയിരിക്കുന്നുവെന്നും എങ്ങനെ അവരെ തൻ്റെ അടുക്കലേക്ക് ദൈവം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുമാണ് ആ ഭാഗത്തിലൂടെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. But the principle remains the same whether it is Old Testament or New Testament. എന്നാൽ ഈ ഒരു സംഭവത്തിന് കീഴിലുള്ള തത്വം അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഒരുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുകയാണ്. How many of you are listening to me? നിങ്ങൾ എത്ര പേര് എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്? God is lavishing his love upon us. ദൈവം തന്റെ സ്നേഹം നമുക്ക് ധാരാളിത്തത്തോടെ നൽകിയിരിക്കുകയാണ്. Now in the New Testament there is we read about the parable of the prodigal son in Luke chapter 15. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം അവിടെ മുടിയൻ പുത്രൻ അഥവാ ധൂർത്തപുത്രന്റെ കഥയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കാണുന്നു. The younger one is taking all the shares and all the blessings from the father and he is going away to a remote place and he is squandering all what he had. അവിടെ നാം കാണുന്നു ദൈവത്തിൽ നിന്നുള്ള പിതാവിൽ നിന്നുള്ള സകല അനുഗ്രഹങ്ങളും സകല അവകാശങ്ങളും എല്ലാം എടുത്ത് അവിടുത്തെ ഇളയ പുത്രൻ അവൻ പിതാവിൽ നിന്ന് അകന്ന് മറ്റൊരു ദൂരദേശത്ത് പോയി താമസിക്കുന്നു. And after much time when he comes back, the father without any clause, without any condition is receiving his son. എന്നാൽ അവിടെ നാം കാണുന്ന കുറെ നാളുകൾക്ക് ശേഷം മടങ്ങി വന്ന ആ മകനെ യാതൊരു വ്യവസ്ഥകളും നോക്കാതെ നിയമങ്ങളും നോക്കാതെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവിനെയാണ് നാം അവിടെ കാണുന്നത്. The father in the story is the heavenly father. ഇവിടെ നാം കാണുന്ന ആ കഥയിലെ പിതാവ് അത് സ്വർഗീയ പിതാവാണ്. He loves us just the way the father in the parable loved his sons. ഓർക്കുക, ആ ഉപമയിലെ പിതാവ് ധൂർത്തപുത്രനെ സ്വീകരിച്ചതുപോലെ തന്നെ സ്വർഗത്തിലെ പിതാവ് നമ്മെ ഓരോരുത്തരെയും സ്വീകരിച്ചിരിക്കുന്നു, സ്നേഹിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരം അങ്ങ് നീട്ടി അത്ഭുതകരമായ വിടുതലുകൾ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അപകടനില തരണം ചെയ്തു എങ്കിലും വല്ലാത്ത പ്രയാസത്തിലൂടെ പോകുന്ന ചില വ്യക്തികൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവനെ അങ്ങ് കർത്താവെ നിലനിർത്തുകയും ആയുസ്സിനെ ദീർഘമാക്കുകയും ചെയ്തു ആരോഗ്യത്തോടെ അത്ഭുതകരമായി ഈ ഘട്ടത്തിൽ നിന്ന് പുറത്തു വരാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ട്യൂബുലാർ പ്രഗ്നൻസിയിലൂടെ ഫലോപ്പിയൻ ട്യൂബ് മുറിച്ചു മാറ്റി ഇനി പ്രതീക്ഷക്ക് വക ഇല്ല അല്ലെങ്കിൽ ചാൻസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സഹോദരി വളരെ ദുഃഖിച്ചാണ് ഇരിക്കുന്നത്. ഇനിയൊരു കുഞ്ഞുണ്ടാകുമോ? എന്നാൽ കർത്താവിൻ്റെ ശബ്ദം ഇന്ന് തിരിച്ചറിയുക. കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. വിശ്വസിക്കുക.
കർത്താവെ, അങ്ങനെയുള്ള വ്യക്തികൾക്കായി പല കാരണങ്ങളാൽ മെഡിക്കലി കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദമ്പതികളിൽ കർത്താവിൻ്റെ അത്ഭുതത്താൽ ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല, അങ്ങ് അത്ഭുതം ചെയ്ത് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികളുടെ പുകവലി ശീലം കർത്താവ് ഇന്ന് എടുത്തു മാറ്റുകയാണ്. മറ്റു ചിലരുള്ള മദ്യപാനശീലം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ദുശ്ശീലങ്ങളിൽ അങ്ങനെയുള്ളവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതുപോലെ പ്രവർത്തിക്കാത്ത കിഡ്നികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ഫാദർ. കർത്താവിൻ്റെ വിടുതലുകൾ ഇപ്പോൾ തന്നെ കർത്താവെ ഓരോ വ്യക്തികളിലും അയക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. മഞ്ഞപ്പിത്തം ബാധിച്ച ചിലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ന്യൂമോണിയ ബാധിച്ച ചിലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരുപക്ഷെ ഞാൻ പറയാത്തൊരസുഖമോ പ്രയാസമായിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ഒരു വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നിങ്ങൾക്ക് കർത്താവ് ഒരു അത്ഭുതം ചെയ്തെങ്കിൽ, അങ്ങനെ ഒരു ബോധ്യം വന്നെങ്കിൽ, ഒരു അനുഗ്രഹം ലഭിച്ചെങ്കിൽ, ഏതെങ്കിലുമൊക്കെ എപ്പിസോഡ് കണ്ടപ്പോൾ, ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നപ്പോൾ ഒക്കെ വിടുതൽ ലഭിച്ചെങ്കിൽ, ഇതുവരെ ഒരു അനുഭവ സാക്ഷി പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും പറയണം. അങ്ങനെയുള്ളവർക്ക് ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് വരാം, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് നിങ്ങൾക്കത് പറയാം. ഇതൊന്നുമല്ലെങ്കിൽ പ്രയർ കോൾ സെൻറ്ററിലെ നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കത്ത് എഴുതുക, ഇമെയിൽ അയയ്ക്കുക. തീർച്ചയായും ഞങ്ങളല്ല അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവാണ്. യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ഈ ആഴ്ചയിലുള്ള മറ്റ് എപ്പിസോഡുകൾ, തുടർന്നുള്ള ഓരോ ദിവസത്തെയും എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളും ആവശ്യമുള്ളവർക്ക് തീർച്ചയായും സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായി കരസ്ഥമാക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.